ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹുയേ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഹോലാ, ¿cómo estás? Muy bien. അപ്പോൾ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ടായി. എൻ്റെ ബോഡിയൊന്നും അനക്കാൻ പറ്റത്തില്ല, നല്ല വേദനയാണ്. ഇന്നലെ വാട്ടർഫോൾ ട്രക്കിങ്ങും ക്ലൈമ്പിങ്ങും ഒക്കെ ചെയ്തിട്ട് ബോഡിയിലെല്ലാ പാർട്സ് ഇളകിയത് കൊണ്ട് നല്ല വേദന ഉണ്ട്. നടുവേദന, കാലുവേദന, കൈവേദന, ഇടുപ്പ് വേദന, ഫുൾ ഷോൾഡറൊക്കെ നല്ല വേദന. കാരണം ഇങ്ങനെ പിടിച്ച് വലിച്ച് നമ്മളിങ്ങനെ കയറി ഇങ്ങനെ ക്ലൈംബ് ചെയ്താണ് വാട്ടർഫാൾ കയറിയത്. അതുകൊണ്ട് തന്നെ നല്ല വേദന എടുക്കുന്നുണ്ട്. കാരണം ഫുൾ ബോഡി ഇളകി. സാധാരണ നടക്കുന്ന സമയത്ത് മേ ബി കാല് മാത്രമാണ്, പക്ഷേ ഇത് കുത്തര ഇറക്കവും കൂടെ ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് കാൽസും വേനിക്കുന്നുണ്ട്, കാലിൻ്റെ തുടയിലെ മസിൽ വേനിക്കുന്നുണ്ട്, എല്ലാം വേനിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 8:45 ആയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കാം കേട്ടോ. രാവിലെ തന്നെ അവർ എനിക്കൊരു ആപ്പിൾ ടീ കൊടുന്നു തന്നു. ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷെ അവർ കൊടുന്നു തന്നപ്പോൾ എനിക്ക് കുടിക്കാതിരിക്കാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. സോ എല്ലാവരും ചോദിക്കാറുണ്ട് ഇവരുടെയൊക്കെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്. ഞാൻ സാധാരണ ചോദിക്കാറുണ്ട് ഇവരുടെ അടുത്ത്, പക്ഷെ ഞാനത് വീഡിയോയിൽ കാണിക്കാറും പറയാറുമില്ല. അപ്പോൾ ഈ വീട്ടിലെ ആളുകളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കോഫി പ്ലാന്റേഷൻ ആണ്. ഇത് ഇവരുടെ വീടിൻ്റെ പുറകിൽ തന്നെയുള്ള കോഫി പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ കോഫി ഇഷ്ടമുള്ളവർക്കൊക്കെ ഫ്രഷ് കോഫി കുടിക്കാം കേട്ടോ. നിറയെ ഉണ്ട്. നമുക്ക് ഇത് മൊത്തം അവരുടേതാണ്, ഏക്കർ കണക്കിന്. അങ്ങനെ പുറകിലേക്ക് നമുക്ക് കോഫി പ്ലാന്റേഷൻസ് കണ്ടിട്ട് പോകാം കേട്ടോ. ഇവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കോഫി പ്ലാന്റ്സും കോഫി ബീൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാപ്പിക്കുരു വിറ്റിട്ട് ആണ് അവർ ജീവിക്കുന്നത്. അപ്പം ഇത് പുറത്ത് കൊണ്ട് വിൽക്കും, ഉണക്കിയിട്ട്. അങ്ങനെയാണ് അവർ ഇവിടുത്തെ മെയിൻ ഒരു സോഴ്സ് ഓഫ് ഇൻകം. പിന്നെ എൻ്റെ കൂടെ ഇന്നലെ വന്നില്ലേ ഗൈഡായിട്ട്, അപ്പോൾ അതുപോലെ പുള്ളിക്കാരി ഇപ്പോൾ ഓൾറെഡി ഒരു 10 മിനിറ്റ് മുന്നേ ഓടിപ്പോയി, ടൗണിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്നെപ്പോലെ ആരെങ്കിലും കാണുന്ന സമയത്ത് അവരായിട്ട് സംസാരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഈ സെൻട്രൽ അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലൊക്കെ സ്പാനിഷ് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ടൂറിസ്റ്റുകൾ ആ രാജ്യങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പാനിഷിൽ സംസാരിക്കാം. അവർക്ക് ഇച്ചിരി ഇംഗ്ലീഷ് അറിയുള്ളൂ, ഇച്ചിരി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. പക്ഷെ കുഴപ്പമില്ല, ട്രാൻസ്ലേറ്റ് സംസാരിച്ചിട്ടായാലും ഗൈഡ് എന്ന് പറയുമ്പോൾ ശരിക്കും വഴി തെറ്റാതിരിക്കാനുള്ളതാണ്, അല്ലാതെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതില്ല. കാരണം കാട്ടിനുള്ളിലൂടെ പോകുന്നൊരു വാട്ടർഫാളാണല്ലോ. സോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് ഓർത്ത് നിൽക്കുകയാണ് കേട്ടോ. അവൾ ഓൾറെഡി പോയിട്ടുണ്ട്. ഇന്ന് വേറൊരു ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്നായിരുന്നു, ന്യൂസിലൻഡിൽ നിന്നാണ് വന്നിട്ടുണ്ടായത്. അവർ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർക്ക് ചെയ്യുന്നതിനും ഇവർക്ക് പൈസ കിട്ടും. അത് ചെറിയ പൈസ കിട്ടുള്ളൂ, എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള ഇതിൽ. ഇവിടെ നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. നോക്കി, ഒരു വീട് പോലെ കെട്ടിയിട്ടുണ്ട് അവരവിടെ. നോക്കി, അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ ഡോഗ്സ് സീനാക്കും, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. നോക്കി എന്ത് രസാ, കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി 3 ഡോഗ്സ് ഉണ്ട് ഇവരുടെ വീട്ടിൽ. അവരുടെ തന്നെ ഇപ്പോൾ പ്രസവിച്ചതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നോക്ക്, ഓ ഒരെണ്ണം അവിടെ കിടന്ന് ഉറങ്ങും. നോക്ക് നിലത്ത്. ഓ ക്യൂട്ട്. നോക്കി കണ്ടാ, ഉറങ്ങുന്നുണ്ടാ. ഇവിടെ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ടോ പോയി. എൻ്റെ ഗൈഡ് അവളും വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. യാ സി, cuídate. യാ സി, ബൈ. Nice. ഞാനപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഓയ് ഡോഗേ, ചാച്ചാ ഡോഗ്സേ എവിടെ? ഞാൻ പോവാണ്, ബൈ ബൈ. ഓയ് ഉറക്കാണോ? ഞാൻ പോണ്ട, നോക്കി ഇറങ്ങിക്കോ, ഞാൻ പോവാ. ബൈ ബൈ ബൈ, ചാച്ചാ. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ, ഏതോ ടൂറിസ്റ്റുകളാന്ന് തോന്നുന്നു. കാരണം ഇവിടെ വേറെ ഒന്നും കാണാനില്ല. അല്ലെങ്കിൽ പിന്നെ ഉള്ളിലേക്ക് പോയാൽ കുറേ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുമല്ലായിരിക്കും അതിൻ്റെ ഓണേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. 3.5 കിലോമീറ്റർ പോയാലാണ് കേട്ടോ ഞാൻ മെയിൻ റോഡ് എത്തുള്ളൂ. ഇവിടെ നിന്നൊരു വണ്ടി കിട്ടാൻ ഒരു ഓപ്ഷൻ പോലും ഇല്ല. ബാഗ് വെയിറ്റ് നടക്കുമ്പോൾ അത്ര ത്രില്ലില്ല. മഴ പെയ്തിട്ടേ മൊത്തം ചെളിയും വെള്ളമാണ്. ഇന്നിക്കൂടെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ. പക്ഷെ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്താ സീനെന്ന് വെച്ചാൽ പട്ടികളാണ്. ഇന്നലെ അവളുള്ളതുകൊണ്ട് പട്ടിയൊന്നും കടിക്കാൻ വന്നില്ല, ആരും കുറച്ചത് പോലും ഇല്ല. ഇന്ന് ബാഗും ഇത്ര വലിയ ബാഗും പുതിയ ഡ്രസ്സും ഒക്കെ കണ്ട ആ കൊച്ചിമ്പളോ. സീന് വഴി നോക്ക്, വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ടൊരു വണ്ടിയും പോകണല്ലോ. ഉയ്യോ, ഇതുവഴി പോകും നടക്കുന്നോന്നുള്ള. നോക്ക്, ഇങ്ങനത്തെ വഴി കൂടെ എങ്ങനെയാണ് പോവുക? വണ്ടിക്ക് തന്നെ വരാൻ പറ്റില്ല. പട്ടി കടിക്കട്ടെ, അപ്പുറത്തൂടെ പോവാം. ഈ വഴി കൂടെ തന്നെ പോവാണ് കേട്ടോ. ഞാൻ കയ്യിലൊരു വടി പിടിച്ചിട്ടുണ്ട്. ഇനി അത് കടിക്കാൻ വരികയാണെങ്കിൽ ഓടിയാലത് കടിക്കുള്ളൂ ചിലപ്പോൾ. സോ ഞാൻ ബാഗ്
ഫ്രണ്ടിലേക്ക് ആക്കി പിടിക്കുക. ചെറിയ ബാഗ് ഉണ്ടല്ലോ ഈ ബാഗ്, അത് ഫ്രണ്ടിലേക്കാകാം. കയ്യിലൊരു വടിയുണ്ട്, പോകുന്നുണ്ട്. പട്ടികൾ ഉറങ്ങുകയാണെങ്കിലും പെട്ടെന്ന് ഒരു പുറത്തൊരാളുടെ സൗണ്ട് കേട്ടാൽ അവർ എണീക്കുക. അതാ എന്തേ കുറച്ച് വന്നിട്ട് ഇപ്പോൾ സ്നേഹിക്കാൻ വരുന്നു. പോ കുറച്ച് നിന്നിട്ട് ഇപ്പം സ്നേഹിക്കാൻ വരുന്നു. ഓലാ ണ്ടാ ടീംസാണ്, ടീംസ്. പോ ഹായ് പോ. ഇത് പാവാണ്, അത് പാവല്ല. പോ ഏയ് പോ. ഇവരുള്ളോണ്ട് കടിക്കൂല. ഏയ് പോ. അതാണ് കലിപ്പ് കണ്ടോ. ഏയ് പോടാ. ആ ഓക്കെ ഗ്രാസിയാസ്. സീ ദ റോഡ് നോട്ട് ഗുഡ്. യാ സീ കണ്ടാ അത് എവിടെ എത്തിയിട്ടുണ്ട്. അപ്പുറം ഉണ്ടോ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പോവാൻ പറ്റണ്ടേ, അത്രയും മോശം റോഡാണ്. ഞാനിതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഫ്രഷ് മുരിങ്ങ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പച്ചയ്ക്ക് തിന്നാണ്. അപ്പോൾ നോക്കിയേ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇവിടെ ആരും ഉപയോഗിക്കൂല. ഇങ്ങനെ സാധാ ഒരു ചെടിയായിട്ട് ഇങ്ങനെ കിടക്കും. ഒരു തിന്നൂല അതൊന്നും. എനിക്ക് വെറുതെ മുരിങ്ങേൻ്റെ ഇല ഉപ്പിട്ടിട്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് തിളപ്പിച്ചാൽ തന്നെ ഇഷ്ടമാണ്. അല്ല കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ടാൽ തന്നെ ടേസ്റ്റാണ്. പക്ഷെ അതൊന്നും ഇവിടെ കിട്ടൂല. എണ്ണ അല്പം ഏതെങ്കിലും കിട്ടും. അയ്യോ ഈ റോഡ് ഇങ്ങോട്ടായിരുന്നു. ഇങ്ങോട്ടല്ലേ? ആ ലെഫ്റ്റാണ്, ലെഫ്റ്റ്. ഇതുവഴി പോയ ഷോർട്ട് കട്ടാണ്. പക്ഷെ ഇത് മെയിൻ റോഡാണ്. വണ്ടികൾ എങ്ങാനും വന്നു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വണ്ടികൾ വന്നില്ലെങ്കിൽ ഇതാണ് നല്ലത്. ഏതുവഴി പോകണമെന്ന് കൺഫ്യൂഷനാണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ എന്തായാലും സിറ്റി വരെയും ലൈക്ക് ടൗൺ വരെയും ഫുള്ള് കയറ്റം ഇറക്കവും നല്ല സീൻ വഴിയാണ്. ബെറ്റർ ഇതുവഴി പോകുന്നത്. എപ്പോഴെങ്കിലും ഒരു വണ്ടി വരികയാണെങ്കിൽ നല്ലതാണ്. വരും എന്ന് വിചാരിക്കാം. ഒരു വണ്ടിയെങ്കിലും വരാതിരിക്കില്ല. നടന്ന് ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. എവിടെ എത്തിയിട്ടില്ല. ഓല നല്ല ചിരി, നല്ല ആൾക്കാരാട്ടോ ഇവിടെ. എല്ലാവരും ഫ്രണ്ട്ലിയാണ്. എന്തോ ഒരു ഇല, കമ്മ്യൂണിസ്റ്റിൻ്റെ ഇല പോലെ ഇരിക്കുന്ന ഒരു ഇല കേട്ടോ. അതെന്തൊരു കൊമീദ സീ അതിന്റെ പേരാന്ന് തോന്നുന്നു പറയുന്നത്. Poquito español. Sí, gracias. Bye, adiós. അഡിയോസ്. കൊച്ചുമോളും അമ്മമ്മയും കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ക്യൂട്ട്. നമുക്ക് നല്ല സൈലൻസ് ആണ്. ഇടയ്ക്ക് മാത്രം ഒരു ബൈക്കോ ഓട്ടോറിക്ഷയൊക്കെ പോകും കേട്ടോ. ഞാൻ നടന്ന് തളർന്നിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഇത് കാണാം. എന്താ പറയുക, നമ്മുടെ കള്ളിമുൾ ചെടി. ഫൈനലി ഇതാ ഞാൻ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. നടന്ന് ഞാൻ ചത്ത്. 2 മണിക്കൂറായി നടക്കുന്നു. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. റോഡെത്തിയിട്ടുണ്ട്. ഇനി ലിഫ്റ്റ് കിട്ടും. എനിക്കിത് ഈ വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും എൻ്റെ ഷോൾഡർ കൊടിയാനായിട്ടാ. കാരണം ഇന്നലത്തെ ട്രക്കിങ് ഫുൾ ബോഡി പെയിൻ ആയിരുന്നു. നല്ല തണുപ്പും നല്ല റോഡും നോക്കി. എൻ്റെ അമ്മ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതുവഴി പോകാനായിട്ട്. ഇങ്ങനത്തെ ഓപ്പൺ വണ്ടിയിൽ പോകാനാണ് ഏറ്റവും രസം. കാരണം ഫുൾ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോവാം. പച്ചപ്പ് നോക്കി എന്ത് രസാ. ആ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പച്ചയായിട്ടുണ്ട്. ഇവരെങ്ങോട്ടാന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഈ വണ്ടിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുവാണ്. സാന്റാന എന്ന് പറഞ്ഞ വഴി കൂടെ ആയിരുന്നു എനിക്ക് പോകേണ്ടിയിരുന്നത്. ഞാൻ മാപ്പ് നോക്കാണ്ടിരുന്നപ്പോൾ അവർ വേറെ വഴി കൂടെ പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ വഴി കൂടെ ഇനി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. മഴ വരാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് റെയിൻകോട്ട് മേടിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ റെയിൻകോട്ട് എവിടെയും മേടിക്കാൻ കിട്ടിയിട്ടില്ല. ഞാൻ 2-3 സ്ഥലത്ത് അന്വേഷിച്ചായിരുന്നു, കണ്ടിട്ടുണ്ടായില്ല. ഈവൻ ചെറിയ ടൗണിലൊക്കെ പോയി അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. കുട ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം വലിയ കുടയാണ്. അതുകൊണ്ട് കുടയെ മേടിച്ചിട്ടില്ല. മഴ നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ. ഇവർ ചിലപ്പോൾ സാൻ സാൽവഡോറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ക്യാപിറ്റൽ സിറ്റി. അങ്ങനെ പോകാനാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് അത്യാവശ്യം വലിയ റൂട്ടാണ്. ഞാനിവിടെ സൊൺസൊനാട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ആദ്യം ഫുഡ് കഴിക്കണം. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ 4 നേന്ത്രപ്പഴമൊക്കെ മേടിച്ചിട്ട് അത് ആ വീട്ടുകാർക്ക് കൊടുത്തു കേട്ടോ. ഞാൻ കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ആപ്പിൾ ടീ അവർ തന്നത് മാത്രം കുടിച്ചതാണ്. സോ ഉപ്പൂസ കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്. നടന്ന് തളർന്ന് ഏകദേശം 2 മണിക്കൂർ നടന്ന്.
the river where they bury people in the river in India. Then people go and they take a shower in there. Yeah, Ganga River. Why? Why they do that? It's like they Only in some case, like festivals, traditional festivals. they drink water of that river, and that river looks like it's not that clean. Yeah, Ganga River. Sorry. Yeah, I know. It's very far from my place. I'm from south part. That Ganga River is like a north part. Okay. Yeah, it's very far from my place. Mine is south part, Kerala. Which is now with the new like internet, we can see a lot of things around. Yes, the world. yes. And sometimes you get admired how some people live, and it's different. Yeah, I know. But we like that because we have different cultures. We Yeah. like different. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ പുള്ളിക്ക് അറിയുള്ളൂ. അതാണ് ആള് പറയുന്നത്. ഗംഗാ റിവറിൽ ഇപ്പോൾ എന്താ കുംഭമേളയൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ടായില്ല, അതൊക്കെയാണ് ആള് പറയുന്നത് കേട്ടോ. ഞാനപ്പോൾ ആ ബാഗ് അവിടെ വെച്ചിട്ട് ഈ ഒരു $1.50 ഇത് കുടിക്കട്ടെ. ഇവിടെ ഫുഡൊന്നും കണ്ടില്ല. ആ വരുന്ന വഴിക്കൊക്കെ സ്വീറ്റൊക്കെയാണ് കണ്ടത്. അതുകൊണ്ട് രാവിലെ വെറും വയറ്റിൽ സ്വീറ്റ് കുടിക്കാൻ പറ്റില്ല. സോ ഇളനീരാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. പുപ്പൂസൊന്നും ഞാൻ കണ്ടില്ല. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ്? Manila de dulce. Sí, okay. Huh? Cane. Okay, it's like a candy or? Yeah, like a candy. Okay, let me open this. Yeah. Yeah. Open it from right. എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് കേട്ടോ. ഈ ഒരു പുള്ളിക്കാരൻ എവിടുന്നോ മേടിച്ചിട്ട് കൊടുന്നതാണ്. എന്താ ശർക്കര പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശർക്കര തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. It's natural. Natural. Yeah. These are our best candies. Candy from back in time. Yeah. These from our ancestors. Yeah. ദേ ശർക്കര പോലെ ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ. Yeah, കഴിച്ചോട്ടെ. നമ്മളെ ശർക്കര എന്തോ ഫ്ലേവർ കൂടുതലുണ്ട്. എന്തോരം വലുത്, നല്ല വെയിറ്റാ. വിശക്കുമ്പോൾ കഴിച്ചോന്നും പറഞ്ഞിട്ട് എനിക്ക് മേടിച്ചു തന്നേക്കണ്ട കേട്ടോ. പുള്ളി എവിടെയോ പോയി മേടിച്ചു കൊടുന്നാ, എനിക്ക് ഗിഫ്റ്റായി തന്നാ. പിന്നെ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് ചപ്പാറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ട്, ഒരു ലിക്കറാണ്. അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം. ഇതൊക്കെ ഈ സെയിം സാധനമാണ്. ശർക്കര ഇങ്ങനെ ശർക്കര തന്നെ, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണെന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെ ലിക്കർ ഉണ്ടാക്കി കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അത്. അപ്പം ഞാനിനി പോകുന്ന വഴിയിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ലിക്കർ കാണും, അത് ട്രൈ ചെയ്ത് കുടിക്കണം എന്നാണ് ആള് പറയുന്നത്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയാണ് കേട്ടോ, വില്ലേജിലെ ആൾക്കാർ കൈൻഡ് ആണ്, സിറ്റിയിലെ ആൾക്കാർ കൈൻഡ് അല്ല. Village people are so good hospitality. Yeah. Yeah. From outside. Yeah. So when you get to Chalatenango, it's good. yeah, it's good. It's good. People from Chalatenango is kind. Kind. They like good heart. Good heart. So when you get there, you go like place to place. They're gonna say to you, "Are you gonna try my chaparro?" Oh, okay. This one. It's okay. Okay. But I'll you try. have to just try just a little. Yeah, I'll try. How much? Yeah, sure. One or കുറച്ച് two. ട്രൈ ചെയ്യാൻ എന്നോട് കൂടുതൽ വേണ്ടാന്ന്. Okay, thank you so much for this. Yeah. Okay, nice to meet you. So this is like from back in time, like Yeah. Very heavy. yeah, it's a game. Yeah. And they made chaparro from. Yeah, okay. വില്ലേജിലെ ആൾക്കാർ അടിപൊളിയാണ്, സിറ്റിയിലെ ആൾക്കാർക്ക് സ്നേഹമില്ല എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഞാനത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി സിറ്റിയിലേക്ക് പോകുന്നില്ല എന്ന്. ഇപ്പം ഞാൻ മുന്നിൽ ഇവിടെ നിൽക്കുന്ന ഈ റോഡ് ഉണ്ടല്ലോ, അത് സിറ്റിയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പം ഞാൻ പറഞ്ഞു സിറ്റിയിലേക്കല്ല പോകുന്നതെന്ന്. ഞാൻ ഇവിടുന്ന് ബാഗ് പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് ഫുഡ് ഇതേ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിസ്സ തരണം എന്ന് പറഞ്ഞിട്ട് പിസ്സ മേടിച്ച് കൊടുന്നേക്കാണ് കേട്ടോ. ഇതാ പിസ്സ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഒരു പിസ്സേൻ്റെ ഇങ്ങനെ ഹാഫായിട്ട് ഇവർക്ക് മേടിക്കാൻ കിട്ടും. പുള്ളിക്കാരനും ആളും ഞാനും കൂടെ അതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താങ്ക്സ് അലോട്ട്, താങ്ക് യു സോ മച്ച്. ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇത് കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ, ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക, മറ്റേ
പുപ്പൂസാന്ന് ചോദിച്ചു. അപ്പം ഉച്ച സമയത്ത് ചില സ്ഥലത്ത് മാത്രമേ പുപ്പൂസ് കിട്ടുള്ളൂ, അതാ കാണാഞ്ഞെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ആൾക്കാർ മീറ്റാ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ പിസ്സ എന്താ അറിയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റി. സോ ഗുഡ്. കുറേ നാൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ്. എനിക്ക് തിന്നായിട്ടുള്ള പിസ്സയാണ് ഇഷ്ടം, ഇത് ഭയങ്കര തിന്ന, അതുകൊണ്ടായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് ക്യാറ്റ്. നല്ല രസമുണ്ട് കാണാൻ. ക്യൂട്ട് കാറ്റ്. ബൈ ബൈ. ഓക്കെ. വേറെ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നില്ല എത്ര നേരം സംസാരിച്ച ആള്. കൂടുതൽ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയേക്കാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ബായൊക്കെ പറഞ്ഞിട്ട് പോയി. സോ ഞാനിവിടെ നിന്ന് ഇനി ലിഫ്റ്റ് അടിച്ചിട്ട് പോകണം. എന്ത് രസമാണ് നോക്കുക, വെള്ളം ഒഴുകി പോകുന്നത് കാണാനായിട്ട്. പക്ഷെ അവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഭംഗി തന്നെ ഇല്ലാണ്ടാക്കി കേട്ടോ. നോക്കിയേ, അവിടെ മൊത്തം പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നേ. കാണാൻ പറ്റുന്നോ അറിയില്ല, കണ്ടോ? നോക്ക്, പ്ലാസ്റ്റിക് ഇങ്ങനെ മൊത്തം ഇട്ട് നശിപ്പിച്ച്. ഓ, ഈ ബ്രിഡ്ജ് കുലുങ്ങുന്നുണ്ട് കേട്ടോ എന്തോ ഈ വണ്ടി പോകുമ്പോ. എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആള് വേറെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, കുറച്ചു ദൂരം കഴിഞ്ഞ് റൈറ്റ് എടുത്ത് പോകും. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചലാത്തനാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലമുകളിലുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് വണ്ടി കിട്ടുന്ന ആ ഒരു റോഡിലേക്ക് ആക്കി തരാന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് കൂടുതലും ഭയങ്കര ഫ്രണ്ട്ലി കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എൽ സാൽവഡോറിൽ തോന്നിയത് കേട്ടോ. അത് ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 ദിവസമായി. അപ്പോൾ മെക്സിക്കോ വെച്ച് നോക്കിയാലും ബെലീസ് വെച്ച് നോക്കിയാലും പിന്നെ ബാക്കി എന്താ ഗോട്ടാമല ആയാലും എല്ലാവിടെയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൽ സാൽവഡോറിലാണ് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, അതാണ്. മേ ബി ഞാൻ സിറ്റിയിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. സിറ്റിയിലെ ആൾക്കാർ എപ്പോഴും ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ ആളുടെ അടുത്ത് പറയാൻ ആളെ കാണാൻ ഇന്ത്യനെ പോലെ ഉണ്ട്. താടി മീശയൊക്കെ നമ്മള് ഇന്ത്യൻസിനാണ് കൂടുതൽ വെക്കാറ് എന്നൊക്കെ ഞാൻ ആളുടെ അടുത്ത് പറയാം. കാരണം ഇവിടെ ഉള്ളവർക്ക് ഹെയർ അധികം ഉണ്ടാവാറേ ഇല്ല. ഓക്കെ, ആളെന്നെ കുറേ ദൂരം കൂടെ കൊണ്ടേക്കുവാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു മെയിൻ റോഡ് ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വണ്ടികളൊക്കെ അങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടാക്കുന്നത് കേട്ടോ. ഹെൽപ്പിംഗ് ആണ്. പോകുന്ന വഴി നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ. മഴ പെയ്യാൻ പോകുന്നു, നല്ല പച്ചപ്പും അടിപൊളി റോഡും. ഇതുപോലത്തെ റോഡാണെങ്കിൽ പെട്ടെന്ന് എത്താം ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ. നമുക്ക് നൈസ് അല്ലേ? എന്നെ ഇവിടെ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയിട്ട് ഇതേ ആള് പോകുന്നുണ്ട് കേട്ടോ. കുറേ ദൂരം കിലോമീറ്റർ, ഒരു 30 കിലോമീറ്ററോളം ആൾ എന്നെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല നട്ടുച്ച സമയത്ത് നല്ല വെയിലാണ് കേട്ടോ. പക്ഷെ ഇവിടെ ലിഫ്റ്റ് അടിക്കാൻ നല്ല വലിയ റോഡും ഉണ്ട്, പിന്നെ വണ്ടികളും നിർത്താനും സ്ഥലമുണ്ട്. നല്ലതാണ്, വെയിൽ പ്രശ്നമാക്കണ്ട. അങ്ങോട്ട് പോകാൻ 2 വഴി ഉണ്ടായിരുന്നു, ചെറിയ കിലോമീറ്ററിന് മാറ്റമുള്ളൂ. അപ്പോൾ ആളിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഈ റോഡ് പോലെ എത്തുള്ളൂ. സോ ഈ റോഡിലെ വണ്ടികൾ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അവർ പെട്രോൾ അടിച്ച് തിരിച്ചു പോകുമ്പോൾ എനിക്ക് കൈ കാണിച്ച് അവർ എന്നെ നേരെ കാണും. ഐ കോണ്ടാക്ട് കിട്ടുമ്പോൾ തന്നെ നിർത്തും കേട്ടോ. അങ്ങനെയാണ് നിർത്തിയത്. ഇവിടെ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ വോൾക്കാനോ ആണ് കേട്ടോ. അവിടെ കാണുന്ന മൊത്തം വോൾക്കാനോ. ഈ കറുത്ത കളറിൽ കാണുന്നതൊക്കെ അതിന്റെ ചാരവും അതിന്റെ പാർട്സ് ആണ് കേട്ടോ കാണുന്നത്. ശരിക്കും വോൾക്കാനോ ട്രക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എൽ സാൽവഡോറിൽ ഒരുപാട് വോൾക്കാനോ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. അതായത് ഇപ്പോൾ ആ മല ഉണ്ടല്ലോ, ഇപ്പൊ എന്റെ നേരെ മുന്നിലുള്ളത് കുറെ ക്ലൗഡ്സ് മൂടിയേക്കാണ്, കാണാൻ പറ്റുന്നില്ല. ആ മലയിൽ തന്നെ ഒരു 5 എണ്ണം ഉണ്ട് വോൾക്കാനോ ട്രക്കിംഗ്. അപ്പോൾ വോൾക്കാനോ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ദ ബെസ്റ്റ് പ്ലേസ് ആണ്. എനിക്ക് വോൾക്കാനോ ട്രക്കിംഗ് ഇഷ്ടമാണ്, അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ ക്രേസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വോൾക്കാനോ ട്രക്കിങ്ങിനൊന്നും പോവാത്തത്. കാട്ടിനുള്ളിലൂടെയുള്ള ട്രക്കിംഗ് ആണെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചില സമയത്ത് എനിക്ക് തോന്നും വോൾക്കാനോ ട്രക്കിംഗ് പോവാന്ന്. അപ്പോഴാണ് അന്ന് ഞാൻ പോവാന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഗൈഡ് ഇല്ലാണ്ട് പോകാനും പറ്റിയില്ല, ഒരുപാട് പൈസ ആയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പോകാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, ഇനി മേ ബി പോണ വഴിക്ക് ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തടുത്ത് കാണാൻ പറ്റും. ഇത് നല്ല വലിയ റോഡാണ് കേട്ടോ. സാൻ മിഗേൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഭയങ്കര ചൂടുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ റോഡെല്ലാം നല്ല
ഗ്രീനറി ഉണ്ട്, നല്ല അടിപൊളി റോഡും ആണ്. നല്ല പുള്ളിക്കാരിയാണ് കേട്ടോ. എൻ്റെ അടുത്ത് സൂക്ഷിച്ച് പോകാനൊക്കെ പറഞ്ഞു. ആൾക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. എനിക്ക് ബാക്കിലേക്ക് പോയിട്ട് തിരിച്ച് നടന്ന് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. കാരണം അവിടെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ടോ, ആ ബ്രിഡ്ജ് അത് കൂടെ അപ്പുറത്തേക്ക് വേണം എനിക്ക് പോകാൻ. തിരിച്ച് നടന്നിട്ട് അങ്ങോട്ട് കയറണം. അവിടുന്ന് നടന്നത് ഇവിടെ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു സ്നാക്സ് കണ്ടു കേട്ടോ. ഞാൻ മേടിച്ച് കഴിക്കുകയാണ്. പൂപ്പൂസ് എവിടെയും കണ്ടില്ല. അഹോറ കൊമീദ അഹോറ അക്കി സി സി നമ്മുടെ അച്ചപ്പം പോലെ ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ. നോക്കി uno $1. ah $1. sí Hay leche y chocolate, le pongo de los dos. chocolate Todas de chocolate. Bye. sí എന്തോ ഒരു സാധനം. no only sí ഇത് എത്രയാന്തോ. ¿cuánta? 40. ആർക്കറിയാം, കൊടുത്തു നോക്കാം. ഇതെന്ത് സാധനം, കേക്ക് പോലെ ഉണ്ട്. ഇതിന് $1 എന്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ ചോക്ലേറ്റ് പാൻ കേക്ക് ഉണ്ടല്ലോ. പാൻ കേക്കിനുള്ളില് ചോക്ലേറ്റ് ഫില്ല് ചെയ്ത പോലെ. ഒരുപാട് മധുരമില്ല. പക്ഷെ എനിക്കിതാ നെക്സ്റ്റ് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് ഇവിടെ നോക്കി നല്ല ട്രാഫിക് ആയി. ഇപ്പോൾ ചെറിയൊരു ടൗൺ എത്തി. ചെറുതല്ല, അത്യാവശ്യം വലിയ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. KFC, ബർഗർ കിങ്, പോളോ, കമ്പാറോ, അത് ഗോട്ടാമലയുടെ ആണോ ഇവിടുത്തെ ആണോ എന്ന് എനിക്കറിയില്ല. സെൻട്രൽ അമേരിക്കയിൽ എല്ലാവിടെയും കാണുന്നുണ്ട്. അതൊരു മെയിൻ ബ്രാൻഡാണ് കേട്ടോ, KFC പോലെ തന്നെ. അവിടെ മൊത്തം ട്രാഫിക്കാണ്, അങ്ങോട്ട് ഫുള്ള് ട്രാഫിക് തന്നെയാണ്. മഴ വരാൻ പോകുന്നുണ്ട് തോന്നുന്നു. ഇപ്പതാ നല്ല മഴയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് അറിയുന്നില്ല പുറത്ത് എന്താണെന്നുള്ളത്. നല്ല തണുത്ത ക്ലൈമറ്റ് ആണ് ഇപ്പോ. ഞാൻ ഇറങ്ങുമ്പോ ഇനി നല്ല മഴയായിരിക്കും കേട്ടാ. പിന്നെ ഇനി ലിഫ്റ്റ് കിട്ടാനൊക്കെ പാടായിരിക്കും തോന്നുന്നു. ഇവിടെ നോക്കി ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ. ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അഗിലാറാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഭാഗ്യം ഇവിടെ മഴയില്ല. ഇത് നോക്കൂ, ഒരു കഫേ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പോയിട്ട് വാഷ്റൂം യൂസ് ചെയ്താണ്. പക്ക ക്ലീനും മോഡേൺ ആയിട്ടുള്ളത്. ഇവിടെ റോഡ്സ് ആണെങ്കിൽ അടിപൊളിയാണ്. എൽ സൽവഡോർ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സെൻട്രൽ അമേരിക്കയിൽ ഈ ഗോട്ടാമലയിലൊക്കെ സിറ്റിയിൽ മാത്രമേ ഡെവലപ്മെൻ്റ് ഉള്ളൂ, വേറെ എവിടെയില്ല. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രാമപ്രദേശമാണ്, എന്നിട്ടും നല്ല ഡെവലപ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ പെട്രോൾ പമ്പ്സ് ഉണ്ട്, അവിടെയൊക്കെ കഫേസ് ഉണ്ട്, നല്ല വാഷ്റൂമും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഷെല്ലിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും എല്ലാവിടെയും. എനിക്കിതാ ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രാസിയാസ്. ഇവര് ചലത്തനാങ്കോലേക്കാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇവിടെ പൊള്ളുന്ന ചൂടും നല്ല വെയിലും ഞാൻ വേർക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ തണുപ്പാവും കേട്ടോ. അവിടെ ഇപ്പോൾ 21-22 ഡിഗ്രി ഒക്കെയാണ് ഉള്ളത്. രാത്രി ആകുമ്പോൾ ഒരു 10-15 ആവും. അവര് ചെനാൽത്തനാങ്കോ സെൻറ്ററിലേക്ക് പോയിട്ടുണ്ട്. ഞാനപ്പോൾ സെൻറ്ററിലേക്ക് പോകുന്നില്ല, ഞാനൊരു റിമോട്ട് വില്ലേജിലേക്കാണ് പോകുന്നത്. ആൾക്കാർ എന്നോട് ചോദിക്കും എന്തിനാ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോണേന്ന്. അങ്ങനത്തെ സ്ഥലത്ത് പോയാലാണ് ആ ഗ്രാമങ്ങളും അവിടുത്തെ ആളുകളും അവരുടെ ജീവിത രീതിയൊക്കെ കാണാൻ പറ്റൂ. ടൗണിൽ പോയി കഴിഞ്ഞാൽ എല്ലാ നാട്ടിലെയും പോലെ ഒരേപോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റിമോട്ട് വില്ലേജുകളിലേക്ക് പോകുന്നത്. വഴിയുണ്ടോ? ഇനി അങ്ങോട്ട് പോകുമ്പോൾ കയറ്റം കയറി വേണം പോകാനായിട്ട്. സോ എനിക്ക് ഇവിടുന്ന് തന്നെ ലിഫ്റ്റ് അടിക്കണം. അടിപൊളി വഴിയാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല റോഡും നല്ല വ്യൂവും. എനിക്കിത് ഈ വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രാസിയാസ്. ഞാനിതാ മൊത്തം നനഞ്ഞു കേട്ടോ. ഈ ഡ്രസ്സിൽ അറിയാൻ പറ്റുന്നില്ല, പകുതി നനഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് റെയിൻകോട്ട് എവിടെയും മേടിക്കാൻ കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ വണ്ടീൻ്റെ ബാക്കിലായിരുന്നു. കറക്റ്റ് ടൈമിൽ എനിക്കൊരു ഉള്ളിലേക്കുള്ള റോഡിലേക്ക് കയറുന്നുണ്ട്. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ വേറെ വണ്ടി ലിഫ്റ്റ് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല.
ഇവിടെ കുറച്ചും കൂടെ ബെറ്റർ ആണ് പെട്ടെന്നോട്ട് ലിഫ്റ്റ് കിട്ടാനായിട്ട്. ഞാനിത് അവിടെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് കേട്ടോ ഇപ്പൊ ഉള്ളത്. ചിക്കൻ ബസ്സൊക്കെ എന്ത് കളർഫുൾ ആണ്. ലൈറ്റ് ഏതെങ്കിലും ഒരു ലൈറ്റ് അവർ ഫിക്സ് ചെയ്ത് ആ ലൈറ്റ് ആയിരിക്കും പിന്നെ മൊത്തം ഉണ്ടാവുക കേട്ടോ വണ്ടിക്ക്. അപ്പോൾ ഞാൻ വന്ന വണ്ടിയിലെ ആള് എനിക്ക് പോകേണ്ട വഴി കൂടെ തന്നെയാണ് പോയത്. പക്ഷെ ആള് പറഞ്ഞത് ആ സ്ഥലത്ത് വീടുകളൊന്നും ഉണ്ടാവില്ല, ഇവിടെ കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ എനിക്ക് ടെൻ്റ് അടിക്കാനോ സ്ലീപ്പ് ബാഗ് ഇട്ട് ഉറങ്ങാനൊക്കെ ഉള്ള സ്ഥലം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇരുട്ടാവും, അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്ന ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഇറങ്ങിയത്. ആക്ച്വലി ഇപ്പോൾ സമയം ഒരു 4:45 പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 6:30 പോലെ ഉണ്ട്. അത്രയും ഇരുട്ടായിട്ടാണുള്ളത്. ഇവിടെ നോക്ക്, അവരുടെ മെയിൻ കൾട്ടിവേഷൻ ഫാമിംഗ് ആണ്, കോണാണ്, പപ്പൂസയാണ്. അതിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ കാണുന്നത്. കണ്ടോ, കൃഷി ചെയ്യുന്നതും പഴവും വാഴയും മെയ്സും ഉപ്പൂസയും ഒരു കൊച്ചു പഠിക്കുന്നതാണ് കാണുന്നത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ് അല്ലേ. അധികം അങ്ങനെ സൗണ്ടൊന്നുമില്ല, വണ്ടികളെ ഇടയ്ക്ക് പോകുമ്പോൾ മാത്രം ഒരു സൗണ്ടുള്ളത്. ഇതൊക്കെ എന്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള വില്ലേജ് ആണെന്ന്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഹാമൊക്കെ കെട്ടിയിട്ട് ആടുന്നുണ്ട്. ഇവിടെ വില്ലേജിലെ ആൾക്കാരൊക്കെ ഇവിടെ പാർക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ വൈകുന്നേരം സമയമായിട്ട്. നോക്ക്, ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെല്ലാം കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓലാ കണ്ടാ, കാർഡ്സ് കളിക്കുവാണ് കേട്ടോ. കാർഡ്സ് തന്നെയല്ലേ കളിക്കുന്നത്? ആ അതെ അതെ. പൂസ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് തപ്പിയിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണും, അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് കഴിക്കുന്നത്. കണ്ടോ, അവിടെ എല്ലാം നല്ല രസമുണ്ട്, പാർക്കെല്ലാം ആയിട്ട് എല്ലാവരും വൈബായിട്ടിരിക്കുന്നുണ്ട്. ഇതിന് $1 വരുന്നത്. 3 എണ്ണത്തിന് ഇപ്പോൾ 2 എണ്ണമാണ് തന്നിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ 2 എണ്ണം ബീൻസും പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം ഒരു കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വെജിറ്റബിൾ, ഒരു എന്തോ ഒരു ടൈപ്പ് വെജിറ്റബിൾ, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അവിടെ ചിക്കൻ ഇല്ല, പോർക്ക് മാത്രമേ ഉള്ളൂ മീറ്റായിട്ട്, ബാക്കിയെല്ലാം വെജിറ്റബിൾസ് ആണ്. ഇതാണ് കേട്ടോ ആ ഒരു ചെടി വരുന്നത്, കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഇവിടുത്തെ മെയിൻ ചെടി, ഇതാണ് ഇവര് കഴിക്കുന്നത് കേട്ടോ. ഓക്കെ, ചീസ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല, ഇങ്ങനെ ചീസിൽ മുങ്ങിയിട്ടുണ്ടാവുക കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുപ്പൂസ. ടേസ്റ്റിയാണ്, ചീപ്പാണ്, അടിപൊളിയാണ്. കണ്ടോ, നല്ല ചൂടാട്ടോ. ഓക്കെ, ഈ ചെടിയാണ് അവർ കഴിക്കുന്നത്. ഇതൊരു മെയിനാ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ നല്ല ഇരുട്ടായിട്ട് മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം 5:30 ആയിട്ടുള്ളൂ. 5:30 ആയപ്പോഴേക്കും ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ചു. ഞാൻ ഇവരോട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമോ, എന്താണ്, നല്ല മഴ വരുന്നുണ്ട്, അപ്പോൾ സേഫായിട്ട് ഒരു ഷെൽട്ടറുള്ള സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് സെറ്റാക്കി തരാം, ഡോണ്ട് വെറി എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ സമയം 5:45 ആയിട്ടുള്ളൂ. ശരിക്കും ഇരുട്ടായിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ ആ മല നല്ല വലിയ മലയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ റൈറ്റിലെ മല മാത്രമേ കാണുന്നുള്ളൂ, ലെഫ്റ്റിലുള്ളത് കാണുന്നില്ല. കോട ഇങ്ങനെ മൂടി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വൈബ് ഉണ്ട്. ഇപ്പോൾ ഇത്ര നേരം വെയിലായിരുന്നു കൊണ്ട് ഇവിടെ മഴ പെയ്തപ്പോൾ നല്ല സ്മെല്ലുണ്ട്. ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കും, എൻ്റെ ഡ്രസ്സ് തന്നെ ഇപ്പോൾ നനഞ്ഞിട്ടാണുള്ളത്. കാരണം ഇടയ്ക്ക് മഴ കൊള്ളും, പിന്നെ ഉണങ്ങും, മഴ കൊള്ളും, ഉണങ്ങും, അങ്ങനെയായിരുന്നു. ഒരു പ്രാവശ്യമാണ് നല്ലപോലെ നനഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഷീറ്റ് ആയതുകൊണ്ട് നല്ല മഴേൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒരു ചെറിയ വില്ലേജാണ്. ഇവിടെ ഒന്നൊരു ഹോട്ടൽ പോലും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ അന്വേഷിച്ചാണ്. ഞാൻ എന്തായാലും ഹോട്ടലിലൊന്നും താമസിക്കില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. സോ താമസിക്കാനുള്ള സ്ഥലം ചോദിച്ച സമയത്ത് എനിക്കറിയാം മഴ പെയ്യും, അപ്പോൾ അതുകൊണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്നുള്ളത്. സോ ഇവിടെ അതേ സ്കൂളിലാണ് കേട്ടോ ഞാൻ ഇന്ന് കിടന്നുറങ്ങുന്നത്. ഇവിടുത്തെ സ്കൂളാണ്. സ്കൂളൊക്കെ നല്ല നീറ്റാണ്. എൽ സൽവഡോർ കുറച്ചും കൂടെ എന്താ പറയുക, നല്ല പുരോഗമനമുള്ള ഒരു രാജ്യമാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇതുവരെ തോന്നിയത്. കാരണം ഇതൊരു കുഗ്രാമമാണ്, ഒരു ഹോട്ടൽ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലും നല്ല സ്കൂളും നല്ല റോഡും ഒക്കെ ഉണ്ട്. വെള്ളം ഒഴുകി വരുന്നതാണെന്ന് തോന്നുന്നത് ഇതുവഴി. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ഇത്. കണ്ടോ, ഇവിടെ വാഷ്റൂം ഉണ്ട്. നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് ഇവിടെയാണ് കിടക്കുന്നത്. നല്ല തണുപ്പാണെങ്കിൽ ഞാൻ ടെൻ്റ് അടിക്കും. ഇനി അധികം തണുപ്പില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്ലീപ്പിംഗ് ബാഗ് തന്നെ ഇട്ടിട്ട് കിടക്കാൻ പോകുന്നത്. പുറത്ത് നല്ല ഇടിമിന്നലൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഫോൺ ഒരെണ്ണം ഞാൻ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഞാൻ ചാർജ് ചെയ്യാൻ ഇടണം. കാരണം കറണ്ട് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുൾ ടൈം കറണ്ട് ഉണ്ടാവില്ല. നാട്ടിലെ പോലെ തന്നെ, നാട്ടിൽ അതേ കാലാവസ്ഥയും അതേ ക്ലൈമറ്റും അതേപോലെ തന്നെ എല്ലാം. ഫുഡും രാജ്യവും സ്ഥലങ്ങളും ഒക്കെയാണ് മാറ്റുള്ളൂ. ഭൂപ്രകൃതി അതുപോലെ തന്നെയാണ്. കാരണം നാട്ടിൽ റെയിനി സീസൺ ആണല്ലോ. ഇപ്പോൾ ഇവിടെ റെയിനി സീസൺ ആണ്.
നാട്ടില് കറണ്ട് പോയി കഴിഞ്ഞാൽ കറണ്ട് അങ്ങനെയൊന്നും വരൂലല്ലോ. ഇവിടെ അതുപോലെ തന്നെ. നാട്ടില് ഞാൻ റീൽസിലൊക്കെ കാണാറുണ്ട്, കറണ്ട് പോയിട്ട് 2 ദിവസമായി 3 ദിവസമായി ചാർജ് ചെയ്യാൻ വേണ്ടി വേറെ വീട്ടിൽ പോയിരിക്കാന്നൊക്കെ. ഇടി മിന്നുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ ഇങ്ങനെ ഇടി മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നല്ലപോലെ മിന്നുന്നുണ്ട്, ചില സമയത്ത് കുറവാണ്. ഞാനുള്ള കൊതുവിനെ മൊത്തം കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് വാതിലടച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഹോൾ ഉള്ളത്. അത് മാത്രമല്ല, അത് ഓട്ടയെന്ന് വെക്കാം, ഇത്രയും വലിയ വാതിലുണ്ട്, ഇത് അടയ്ക്കാൻ പറ്റൂല. കണ്ട, അവിടെ ഫുള്ള് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് മാത്രമല്ല, ഇതടച്ചാലും ഇങ്ങനെ ഓപ്പൺ ആണ്, അതുകൊണ്ട് എനിക്ക് കാര്യമില്ല. സാരല്ല, മോസ്കിറ്റോ റെപ്പല്ലൻ്റ് ഉണ്ട്, അത് തേച്ചിട്ട് അങ്ങോട്ട് കിടക്കാം. എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് നോക്കി നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതേ വെള്ളമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ആ മഴയത്ത് അത് നനഞ്ഞ്, ഞാനത് ഓർത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉറങ്ങാൻ പോകുന്നത്. ഫുള്ള് മഴ നനഞ്ഞ സ്ലീപ്പിംഗ് ബാഗിലാണ് കേട്ടോ. നോക്കി കണ്ടോ, ഇവിടേക്ക് എത്തി. ഈ ഭാഗത്ത് മാത്രം കുറച്ച് കുറവുണ്ട്. ആ സൈഡിലേക്ക് നല്ല മഴ നനഞ്ഞു, ഫുള്ള് നനവായിട്ടുണ്ട് കേട്ടോ. സോ ഞാനിത് നിവർത്തിയിട്ടിട്ട് കിടക്കുക. ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പുതിയ ഇത് മേടിച്ചായിരുന്നല്ലോ, എന്താ പറയുക, ബെഡ്ഷീറ്റ്. അത് തുറന്നിട്ടിട്ട് ബെഡ്ഷീറ്റ് വെച്ച് മൂടി കിടക്കാം. ഞാനിത് അവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ പോയി. ഇന്നലെ ഞാൻ ആ വാട്ടർഫാൾ കിടന്ന് ഒച്ചയും വെള്ളം ഉണ്ടാക്കിയില്ലേ, കൂക്കി വിളിക്കുമായിരുന്നു സന്തോഷം കൊണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് വാട്ടർഫാളൊക്കെ, ലൈക്ക് വെള്ളം പേടിയായതുകൊണ്ട്. എന്നിട്ട് ഞാൻ അതുവഴി പോയി എന്നുള്ള ഓർത്ത സന്തോഷത്തിൽ സൗണ്ട് പോയി തുടങ്ങി. സൗണ്ട് പകുതിയില്ല. സൗദിന്ന് സൗണ്ട് പകുതിയില്ല കേട്ടോ. പകുതി പോയിട്ടാണുള്ളത്. എൻ്റെ കാലാണെങ്കിലൊക്കെ നല്ല വേദന, ഫുൾ ബോഡി പെയിൻ ഉണ്ട്. പക്ഷെ കാലിൽ മസിൽസാണ്, തൊടയിലെ മസിൽസ് ഏറ്റവും കൂടുതൽ പെയിൻ. എന്താണെന്നറിയില്ല. ഭയങ്കര ടയർഡായിട്ടുള്ളത്. അപ്പം ഇന്ന് സ്കൂളിൽ ഉറങ്ങണ്, നാളെ നേരത്തെ എണീക്കേണ്ടി വരും. ഇന്നൊക്കെ നേരത്തെ എണീച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. പുതപ്പിട്ട് കുറച്ചുള്ളൂ, ചെറിയ പുതപ്പ ഇങ്ങനെ പൊതിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കിടന്നുറങ്ങട്ടെ. നല്ല മഴയുണ്ടായിരുന്നു പുറത്ത് ഇത്ര നേരം, ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ എന്തോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.